ഹായ് ഫ്രണ്ട്സ്, ഇലക്ട്രോണിക്സ് ആൻഡ് എൻ്റർടൈൻമെൻറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അനലോഗ് ഇൻപുട്ട് ഔട്ട്പുട്ടുകളെ കുറിച്ചാണ് പഠിച്ചത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് മാപ്പ് ഫംഗ്ഷനെ കുറിച്ച് പഠിക്കാം. അപ്പോൾ നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. നമുക്ക് ആദ്യം സർക്യൂട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അഡ്രിനോയുടെ 5 വോൾട്ടും ഗ്രൗണ്ടും ഞാൻ ബ്രെഡ് ബോർഡിൻ്റെ 5 വോൾട്ടും ഗ്രൗണ്ടും കോമൺ കൊടുക്കുന്ന സ്പേസിൽ കൊടുത്തിട്ടുണ്ട്. ഇനി വേരിയബിൾ റെസിസ്റ്റർ നമുക്ക് ബ്രെഡ് ബോർഡിലേക്ക് ഫിക്സ് ചെയ്യാം. ഈ വേരിയബിൾ റെസിസ്റ്ററിൻ്റെ നടുക്കത്തെ പിന്ന് നമുക്ക് A0 കണക്ട് ചെയ്യാം. ഇതിൻ്റെ മൂന്നാമത്തെ പിന്ന് നമുക്ക് 5 വോൾട്ട് കണക്ട് ചെയ്യാം. ഇതിൻ്റെ ഒന്നാമത്തെ പിന്ന് നമുക്ക് ഗ്രൗണ്ടും കണക്ട് ചെയ്യാം. ഇനി നമുക്ക് LED കണക്ട് ചെയ്യാം. LED നെഗറ്റീവ് ബ്രെഡ് ബോർഡിൻ്റെ ഗ്രൗണ്ട് വന്നിരിക്കുന്നത് ഡയറക്റ്റായിട്ട് കണക്ട് ചെയ്യാം. LED പോസിറ്റീവിൽ നിന്നും ഒരു 220 ohm റെസിസ്റ്റർ കണക്ട് ചെയ്ത് ആ റെസിസ്റ്ററിൽ നിന്നും 9ാമത്തെ പിന്നിലോട്ട് നമുക്ക് ജമ്പർ വയർ കണക്ട് ചെയ്യാം. കാരണം 9ാമത്തെ പിന്നാണ് ഇതിൻ്റെ PWM സിഗ്നലുള്ള പിന്ന്. ഓക്കെ, അപ്പോൾ അത് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പ്രോഗ്രാമിലോട്ട് കടക്കാം. ഇന്നത്തെ ക്ലാസ് നമുക്ക് ആദ്യം തന്നെ പഠിക്കാൻ പോകുന്നത് ഹാഷ് ഡിഫൈനെ കുറിച്ചിട്ടാണ്. അതായത് ഹാഷ് ഡിഫൈൻ, DEFINE, ഹാഷ് ഇട്ടിട്ട് ഡിഫൈൻ, സ്മോൾ ലെറ്റർ ആണല്ലോ എഴുതുന്നത്. ഇതൊരു C++ കമ്പോണൻ്റ് ആണ്. നമുക്ക് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള വാല്യൂവിന് പേര് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഹാഷ് ഡിഫൈൻ ഉപയോഗിച്ചിട്ട് ചെയ്യാം. കോൺസ്റ്റൻ്റ് വാല്യൂ എന്ന് ഉദ്ദേശിക്കുന്നത് വേരി ചെയ്യാത്ത വാല്യൂകളാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം എന്ന് വെച്ചാൽ നമ്മളുടെ പിൻ നമ്പറുകൾ, പിന്ന് ഇൻപുട്ട് ഔട്ട്പുട്ട് സെറ്റ് ചെയ്യുന്ന പിന്നുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഹാഷ് ഡിഫൈൻ വെച്ചിട്ട് നമുക്ക് എഴുതുന്നതായിരിക്കും കുറച്ചും കൂടി എളുപ്പം. കാര്യം വെച്ചാൽ ഈ ഹാഷ് ഡിഫൈൻ ഉപയോഗിക്കുമ്പോൾ നമുക്ക് കുത്ത്, കോമ, സെമിക്കോളൻ, = അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ഉപയോഗിക്കേണ്ട കാര്യമില്ല. അത് തന്നെയല്ല, ഹാഷ് ഡിഫൈൻ ഉപയോഗിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് മെമ്മറി സ്പേസ് ഒട്ടും തന്നെ ഇത് യൂസ് ചെയ്യുന്നില്ല. മറ്റുള്ള ഡാറ്റ ടൈപ്പുകൾ ഉപയോഗിക്കുമ്പോൾ അതിന് ഇത്ര മെമ്മറി സ്പേസ് അതിനുവേണ്ടി മാറ്റിവെക്കപ്പെടുന്നുണ്ട്. നമുക്ക് ആദ്യം അപ്പോൾ ഹാഷ് ഡിഫൈൻ ഉപയോഗിച്ചൊരു ഇൻപുട്ട് പിന്ന് സെറ്റ് ചെയ്യാം. അതായത് A0 ആണ് നമ്മുടെ ഇൻപുട്ട് പിന്ന്. അപ്പോൾ ഞാൻ അതിന് സെൻസർ പിൻ എന്ന് പേര് കൊടുത്തു. അപ്പോൾ ഇതിന് നമ്മൾ സെൻസർ പിൻ = A0 സെമിക്കോളൻ അങ്ങനെ ഇടേണ്ട ഒരു ആവശ്യമില്ല. സെൻസർ പിൻ കഴിഞ്ഞിട്ട് ഒരു സ്പേസ് കൊടുക്കുക, ഇതിന് A0 എഴുതുക. ഇനി ഔട്ട്പുട്ട് പിന്ന് നമുക്ക് അതേമാതിരി തന്നെ സെറ്റ് ചെയ്യാം. ഞാൻ LED പിൻ 9 ആണ് സെറ്റ് ചെയ്തത്. അപ്പോൾ LED പിൻ 9 എന്ന് സെറ്റ് ചെയ്യാം. ഇപ്പോൾ മാപ്പ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒരു മാത്തമാറ്റിക്കൽ ഫംഗ്ഷനാണ്. ഒരു റേഞ്ചിനെ മറ്റൊരു റേഞ്ചിലോട്ട് കൺവേർട്ട് ചെയ്യാനാണ് ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ മാപ്പ് എന്നുള്ളത് സ്മോൾ ലെറ്റർ എഴുതുക, MAP, മാപ്പ്. അതിനുശേഷം ഒരു ഓപ്പൺ ക്ലോസ് ബ്രാക്കറ്റ് കൊടുക്കുക. അപ്പോൾ ഞാനിതിൻ്റെ ഒരു സ്ട്രക്ചർ നിങ്ങൾക്ക് ഇപ്പോൾ എഴുതി കാണിച്ചു തരാം എന്താണെന്നുള്ളത്. ആദ്യം നമ്മളൊരു വാല്യൂ കൊടുത്തു, അതിനൊരു കോമ, ആ വാല്യൂവിൻ്റെ ഫ്രം ലോ ഏതാണ് അതിൻ്റെ താഴത്തെ പോയിൻ്റ്, അതിനൊരു കോമ, അതിന് ആ വാല്യൂവിൻ്റെ തന്നെ ഏറ്റവും ടോപ്പ് പോയിൻ്റ്, അതിനൊരു കോമ. എന്നിട്ട് ഏതിലേക്കാണത് കൺവേർട്ട് ചെയ്യുന്നതിൻ്റെ ലോ പോയിൻ്റ്, അതിന് ശേഷം കോമ ഇട്ടിട്ട് അതിൻ്റെ ടോപ്പ് പോയിൻ്റ്. അപ്പോൾ ഇതാണ് ഒരു മാപ്പ് ഫംഗ്ഷൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു എക്സാമ്പിൾ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അടുത്തതായി നമുക്ക് സെൻസർ പിന്നിൽ നിന്ന് റീഡ് ചെയ്യുന്ന വാല്യൂ സ്റ്റോർ ചെയ്യാനുള്ള ഒരു വേരിയബിൾ ഉണ്ടാക്കാം. സെൻസർ വാല്യൂ എന്ന് നമുക്ക് പേര് കൊടുക്കാം. അത് ഇനീഷ്യലി 0 ആയിട്ട് സെറ്റ് ചെയ്തു. അതിനുശേഷം നമുക്ക് മാപ്പ് ചെയ്ത് കിട്ടുന്ന വാല്യൂ സ്റ്റോർ ചെയ്യാനുള്ളൊരു വേരിയബിൾ ഉണ്ടാക്കാം. ഞാൻ ഔട്ട്പുട്ട് വാല്യൂ എന്നാണ് കൊടുക്കുന്നത്. അതും ഇനീഷ്യലി 0 ആയിട്ട് സെറ്റ് ചെയ്യാം. അപ്പോൾ അതും സെറ്റ് ചെയ്തു. ഇനി നമുക്ക് വോയിഡ് സെറ്റപ്പിലോട്ട് പോവാം. ഔട്ട്പുട്ട് നമുക്ക് സീരിയൽ മോണിറ്ററിൽ കാണേണ്ടതുണ്ട്. സീരിയൽ മോണിറ്റർ അത് എനേബിൾ ചെയ്യണം. serial.begin, പിന്നെ അതിൻ്റെ ബോർഡർ റേറ്റ് സെറ്റ് ചെയ്യണം. അതിനുശേഷം അതിൻ്റെ പിൻ മോഡ് സെറ്റ് ചെയ്യണം. അപ്പോൾ പിൻ മോഡ് എന്താണെന്നും സീരിയൽ മോണിറ്റർ എന്താണെന്നെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പിൻ മോഡ് ഇൻപുട്ടും ഔട്ട്പുട്ടും സെറ്റ് ചെയ്തു. അതിന് നമുക്ക് സെൻസർ പിന്നിൽ നിന്ന് കിട്ടുന്ന വാല്യൂ സ്റ്റോർ ചെയ്യാനുള്ള വേരിയബിളിൻ്റെ പേരെഴുതാം. അതായത് സെൻസർ വാല്യൂ = അനലോഗ് റീഡ്. അതായത് അനലോഗ് ഡാറ്റകൾ റീഡ് ചെയ്യാനുള്ള കീവേഡാണ് അനലോഗ് റീഡ്, അതായത് ഇൻപുട്ടിന് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ അനലോഗ് റീഡ്
എവിടെ നിന്നാണ്? സെൻസർ പിന്നിൽ നിന്നും. സെൻസർ പിന്ന് നമ്മൾ A0 ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അനലോഗ് റീഡിൻ്റെ ബ്രാക്കറ്റിൽ സെൻസർ പിന്ന് നമ്മൾ എഴുതി. അപ്പോൾ ഇതെന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഈ അനലോഗ് റീഡ് സെൻസർ പിന്നിൽ നിന്ന് കിട്ടുന്ന വാല്യൂ സെൻസർ വാല്യൂയിലോട്ട് സ്റ്റോർ ആവും. അതാണ് ഈ ലൈൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമുക്കപ്പോൾ ഈ സെൻസർ വാല്യൂവിനെ മാപ്പ് ചെയ്ത് കിട്ടുന്ന വാല്യൂ സ്റ്റോർ ചെയ്യാനായിട്ടാണ് നമ്മൾ ഔട്ട്പുട്ട് വാല്യൂ എന്ന് പറഞ്ഞൊരു വേരിയബിൾ ഉണ്ടാക്കി. അപ്പോൾ ഔട്ട്പുട്ട് വാല്യൂ നമുക്ക് ആദ്യം എഴുതാം. ഔട്ട്പുട്ട് വാല്യൂ ഇസ് ഈക്വൽ ടു, അടുത്താണ് നമ്മുടെ പ്രധാനപ്പെട്ട മാപ്പ് ഫംഗ്ഷൻ എഴുതുന്നത്. MAP മാപ്പ് സ്മോൾ ലെറ്ററിൽ എഴുതുക. അതിനുശേഷം ഒരു ഓപ്പൺ ക്ലോസ് ബ്രാക്കറ്റ് കൊടുക്കുക. ആ ബ്രാക്കറ്റിൽ നമുക്ക് സെൻസർ വാല്യൂ കൊടുക്കണം. അതായത് അനലോഗ് റീഡിൽ നിന്നും കിട്ടിയ വാല്യൂ നമ്മൾ സ്റ്റോർ ചെയ്തേക്കണം സെൻസർ വാല്യൂവിലാണ്. അപ്പോൾ ആ സെൻസർ വാല്യൂവിനെയാണ് നമുക്ക് മാപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ സെൻസർ വാല്യൂ എന്ന് കൊടുക്കുക. സെൻസർ വാല്യൂ കോമ ഏതാണ് റേഞ്ച്, അതായത് നമ്മളുടെ 0 to 1023 നമ്മുടെ ഇൻപുട്ട് റേഞ്ച്. അപ്പോൾ ഇവിടെ 0 to 1023 കൊടുക്കുക. അപ്പോൾ 0, 1023, അതിനുശേഷം ഏതാണ് ഔട്ട്പുട്ട് റേഞ്ച്. ഔട്ട്പുട്ട് റേഞ്ച് എന്ന് വെച്ചിരിക്കുന്നത് 0 to 255 ആണ്. അപ്പോൾ 0 കൊടുക്കുക, അതിനുശേഷം അതിനുശേഷം 255 കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഫംഗ്ഷൻ ഞാനൊന്നുകൂടി പറഞ്ഞുതരാം. നമുക്ക് ഈ കിട്ടുന്ന അനലോഗ് റീഡ് ഇൻപുട്ടിൽ നിന്നും സെൻസർ വാല്യൂയിലോട്ട് അതിൻ്റെ ഡാറ്റ സ്റ്റോർ ആവുകയും ആ സ്റ്റോറായ വാല്യൂവിനെ നമ്മൾ മാപ്പ് ചെയ്യുന്നു. ആ സ്റ്റോറായ വാല്യൂ ആണ് നമുക്ക് മാപ്പ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ഏത് റേഞ്ചാണോ ആ റേഞ്ച് അനുസരിച്ചിട്ട് മാപ്പ് ചെയ്ത് ഔട്ട്പുട്ട് വാല്യൂയിലോട്ട് അത് സ്റ്റോർ ആവും. അപ്പോൾ ഈ മാപ്പ് ചെയ്ത് കിട്ടുന്ന വാല്യൂ സ്റ്റോർ ആവുന്നത് ഔട്ട്പുട്ട് വാല്യൂയിലോട്ടാണ്. അപ്പോൾ ഈ ഔട്ട്പുട്ട് വാല്യൂ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ LED ബ്രൈറ്റ്നസ് കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ഇതേ സെയിം ഫംഗ്ഷൻ തന്നെയാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം XY റിലേഷൻ കണ്ടുപിടിച്ചിട്ട് ഫോർമുലയൊക്കെ ഉണ്ടാക്കി ചെയ്ത് പകരം ഈ മാപ്പ് ഫംഗ്ഷൻ ഉപയോഗിച്ചാലും അത് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നേരത്തെ നമ്മൾ അനലോഗ് റീഡ് എഴുതി ഒരു ഇൻപുട്ട് അഡ്രിനോയിലേക്ക് മേടിച്ചു. ആ ഇൻപുട്ട് ഉപയോഗിച്ച് നമുക്ക് ഔട്ട്പുട്ട് കൊടുക്കണം. അതായത് അനലോഗ് റൈറ്റ് എഴുതണം. അനലോഗ് റൈറ്റ് എഴുതി നമ്മൾ 9ാമത്തെ പിന്നാണ് ഔട്ട്പുട്ടായിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 9ാമത്തെ പിന്നിന് നമ്മൾ പേര് കൊടുത്തിരിക്കുന്നത് LED പിൻ എന്നാണ്. അത് സെറ്റ് ചെയ്യാം. അതിനുശേഷം നമ്മൾ നേരത്തെ ഡിജിറ്റൽ ഇൻപുട്ട് ഔട്ട്പുട്ട് പഠിച്ച സമയത്ത് നമ്മൾ ചെയ്തെന്താ, ഒരു ഹൈ അല്ലെങ്കിൽ ഒരു ലോ എന്നാണ് ഈ ഔട്ട്പുട്ടിന് ശേഷം നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് LED കൺട്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഔട്ട്പുട്ട് വാല്യൂ കൊടുക്കണം. അത് ഔട്ട്പുട്ട് വാല്യൂ കിട്ടുന്ന വാല്യൂ അനുസരിച്ചിട്ടായിരിക്കും ഇവിടെ LED കൺട്രോൾ ആവുന്നത്. അപ്പോൾ അടുത്തായിട്ടുള്ള നമ്മൾ എന്ത് എഴുതാമെന്ന് വെച്ചാൽ നമുക്കിതെല്ലാം സീരിയൽ മോഡലിൽ കാണണം. അതായത് നമുക്ക് ഓൾറെഡി നമുക്ക് ഹാർഡ്വെയർ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ബ്രൈറ്റ്നസ് കുറയുന്നതും കൂടുന്നതും കാണാൻ പറ്റും. അതും സീരിയൽ മോഡൽ ഇതിൻ്റെ വാല്യൂ നമുക്ക് പ്രിൻറ്റ് ചെയ്യണം. അപ്പോൾ സീരിയൽ മോഡൽ എങ്ങനെയാണ് വാല്യൂ പ്രിൻറ്റ് ചെയ്യുന്നതെല്ലാം ഇതിന് മുമ്പത്തെ ക്ലാസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ കീവേഡ് എഴുതി നമുക്ക് വാല്യൂ സീരിയൽ മോഡലിട്ട് പ്രിൻറ്റ് ചെയ്യാം. അപ്പോൾ സീരിയൽ ഡോട്ട് പ്രിൻറ്റ് കൊടുക്കുക. ഞാനിവിടെ പ്രിൻ്റ് എല്ലാം ലാസ്റ്റേ കൊടുക്കുകയുള്ളൂ. കാരണം വെച്ചാൽ നമുക്ക് ഒരേ ലൈനിൽ തന്നെയാണ് ഇതെല്ലാം ആദ്യം എഴുതി വരേണ്ടത്. അപ്പോൾ സീരിയൽ ഡോട്ട് പ്രിൻറ്റ് കൊടുത്തു. അത് നമുക്ക് എന്താണ് അവിടെ വരേണ്ടത്, അപ്പോൾ ഇൻപുട്ട് എന്ന് കൊടുക്കാം. ഇൻപുട്ട് സെൻസർ വാല്യൂ അങ്ങനെ കൊടുക്കാം. നമുക്ക് ഇൻപുട്ട് സെൻസർ വാല്യൂ ഇസ് ഈക്വൽ ടു സെമിക്കോളൻ ഇടുക. അടുത്ത ലൈൻ ഇത് തന്നെ സീരിയൽ ഡോട്ട് പ്രിൻ്റ് എഴുതുക. എന്നിട്ട് ഇൻപുട്ട് സെൻസറിൻ്റെ വാല്യൂ നമുക്ക് കിട്ടുന്ന എവിടെയാണ്, സെൻസർ വാല്യൂവിൽ. അപ്പോൾ സെൻസർ വാല്യൂ കൊടുക്കുക. സീരിയൽ ഡോട്ട് പ്രിൻ്റ് അതിൻ്റെ ബ്രാക്കറ്റിൽ സെൻസർ വാല്യൂ എന്ന് കൊടുക്കുക. ഇവിടെ എന്താ ഇപ്പോൾ സംഭവിക്കുന്നത് വെച്ചാൽ, ഇപ്പോൾ ഇൻപുട്ട് സെൻസർ വാല്യൂ ഇസ് ഈക്വൽ ടു അത് കഴിഞ്ഞിട്ട് അടുത്തത് സെൻസർ വാല്യൂ അത് പ്രിൻ്റ് ചെയ്യും. അതിനുശേഷം നമുക്ക് അടുത്തതായിട്ട് സീരിയൽ ഡോട്ട് പ്രിൻ്റ് കൊടുത്തിട്ട് അതേ ലൈനിൽ തന്നെയാണ് ഇതെല്ലാം വരേണ്ടത്. അതുകൊണ്ടാണ് പ്രിൻ്റ് ലൈൻ കൊടുക്കാത്തത്. സീരിയൽ ഡോട്ട് പ്രിൻ്റ് കൊടുക്കാം. അതിൻ്റെ ബ്രാക്കറ്റിൽ ഔട്ട്പുട്ട് വാല്യൂ കാണണം. അപ്പോൾ ഔട്ട്പുട്ട് വാല്യൂ കാണുന്നതിനൊക്കെ ഞാനൊരു സ്പേസ് കൊടുക്കുകയാണ്, അല്ലെങ്കിൽ എല്ലാം കൂടി ഒരുമിച്ചായിരിക്കും എഴുതി കാണിക്കുന്നത്. അപ്പോൾ ഒരു 5 സ്പേസ് നമുക്ക് കൊടുക്കാം. 5 or 6 എത്ര സ്പേസ് വേണമെങ്കിലും കൊടുക്കാം. അതിനുശേഷം ഔട്ട്പുട്ട് വാല്യൂ ഇസ് ഈക്വൽ ടു എന്നെഴുതാം. അടുത്തായി നമുക്ക് ഔട്ട്പുട്ട് വാല്യൂ പ്രിൻറ്റ് ചെയ്യാനുള്ള കീവേഡ് എഴുതാം. അത് സീരിയൽ ഡോട്ട് പ്രിൻറ്റ് LN ഉപയോഗിക്കണം. കാര്യം വെച്ച് കഴിഞ്ഞാൽ അതാണ് നമ്മുടെ ലാസ്റ്റത്തെ, അതായത് ആ വരി അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ലൈനായിട്ട് വരേണ്ടത്. അതുകൊണ്ടാണ് പ്രിൻറ്റ് LN കൊടുക്കുന്നത്. ഇനി നമുക്ക് മാപ്പ് ചെയ്ത് കിട്ടുന്ന വാല്യൂ നമ്മൾ ഔട്ട്പുട്ട് വാല്യൂ എന്നുള്ള ഇതിലോട്ടാണ് സ്റ്റോർ ആവുന്നത്. അപ്പോൾ ആ ഔട്ട്പുട്ട് വാല്യൂ ആണ് നമുക്ക് പ്രിൻറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ബ്രാക്കറ്റിൽ ഔട്ട്പുട്ട് വാല്യൂ എന്നുള്ള പേരാണ് കൊടുക്കേണ്ടത്. അപ്പോൾ അത് കൊടുത്തതിന് ശേഷം നമുക്കൊരു ഡിലേയുടെ ആവശ്യമുണ്ട്. കാര്യം വെച്ചാൽ ഡിലേ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വായിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, പെട്ടെന്ന് സ്ക്രോൾ ഡൗൺ ആയി പോകും. അപ്പോൾ നമുക്കൊരു ഡിലേ കൊടുക്കാം. അതിനുവേണ്ടി ഡിലേ ഞാനൊരു 200 millisecond ആണ് കൊടുക്കുന്നത്.
ഓക്കെ, നമ്മുടെ പ്രോഗ്രാം നമുക്കിനി ഇതൊന്ന് അപ്ലോഡ് ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കാം. അപ്ലോഡ് ചെയ്യാം. ഓക്കെ, അപ്ലോഡ് ആയിട്ടുണ്ട്. നമുക്കിതിൻ്റെ സീരിയൽ മോണിറ്റർ ഒന്ന് എടുത്ത് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, സീരിയൽ മോണിറ്റർ നമുക്കിപ്പോൾ വാല്യൂ നോക്കിയാൽ കാണാൻ പറ്റും. ഇൻപുട്ട് വാല്യൂ എന്നുള്ളത് 0യും ഔട്ട്പുട്ട് വാല്യൂ എന്നുള്ളതും 0യുമായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ പോർട്ട് ഒന്ന് തിരിച്ച് നോക്കാം. പോർട്ട് ഇവിടെ തിരിക്കുന്ന അനുസരിച്ചിട്ട് ഇൻപുട്ട് വാല്യൂ മാറുന്നുണ്ട്, അതനുസരിച്ച് അതിൻ്റെ ഔട്ട്പുട്ട് വാല്യൂ മാറുന്നുണ്ട്. അപ്പോൾ മോണിറ്ററിൽ നോക്കിയാൽ കാണാൻ സാധിക്കും നമ്മുടെ LED ബ്രൈറ്റ്നസ് ഇങ്ങനെ കൂടി വരുന്നത് കാണാൻ സാധിക്കും നമ്മൾ വാല്യൂ കൂട്ടുന്നതനുസരിച്ചിട്ട്. ഇപ്പോൾ ഫുള്ളായി, അതായത് 1023 എന്നുള്ള വാല്യൂവും വന്ന് ഔട്ട്പുട്ട് 255 എന്നുള്ള വാല്യൂവും എത്തി. നമുക്കിതൊന്ന് പതുക്കെ കുറച്ച് നോക്കാം. കുറക്കുന്നതനുസരിച്ച് LED ബ്രൈറ്റ്നസ് നല്ലപോലെ കുറയുന്നതും കാണാൻ സാധിക്കും. അതുപോലെ തന്നെ വാല്യൂ ഇൻപുട്ട് വാല്യൂ കുറയുന്നതനുസരിച്ചിട്ട് ഔട്ട്പുട്ട് വാല്യൂ കുറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഒന്നുകൂടി നമുക്കിതൊന്ന് കൂട്ടി നോക്കാം. അതനുസരിച്ചുള്ള ഇൻപുട്ട് സെൻസർ വാല്യൂ കൂടുന്നതനുസരിച്ച് തന്നെ അതിൻ്റെ ഔട്ട്പുട്ട് സെൻസർ വാല്യൂ കൺവേർട്ടായിട്ടാണത് കൂടുന്നത്. ഇതിന് മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ ഒരു ഗ്രാഫ് വരച്ചൊരു XY റിലേഷൻ കണ്ടുപിടിച്ച് നമ്മളൊരു ഫോർമുല ഉണ്ടാക്കി ചെയ്ത സെയിം സംഭവം തന്നെയാണ് നമ്മൾ ഈ മാപ്പ് ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് ഇവിടെ ചെയ്യുന്നത്. ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് LCD ഇൻ്റർഫേസിനെ കുറിച്ച് പഠിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.